ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ തക്കാളിയും മുട്ടയും വെച്ചിട്ട് നല്ല കിടിലൻ ഒരു ഐറ്റം, അതായത് ഒരു 10 മിനിറ്റ് തികച്ചു വേണ്ട, ഇതുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 2 തക്കാളി ഒന്ന് ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞ് മിക്സഡ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ. ഞാനൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് എത്രയാണോ വേണ്ടത് അത്രയും പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാൻ ഒരെണ്ണേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് കണക്കിന് അരച്ചെടുക്കാം. ഇതുപോലെ വെള്ളം ഒന്നും ചേർക്കരുത്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളൊന്ന് എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാനൊരു 4 എണ്ണമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കണക്കനുസരിച്ച് മുട്ട എടുക്കാം കേട്ടോ. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഒരു ബീറ്ററോ അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്കോ കാണാൻ വെച്ചിട്ട്, ബീറ്റർ ഒന്നും വേണ്ട, ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ വിസ്കോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ദാണ്ടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു മുട്ടയും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി എല്ലാ പരിപാടികളും വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വലിയ കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെന്തതിന് ശേഷം ചിക്കി എടുത്താൽ മതി. ഇതിനങ്ങനെ ചെറിയ കഷ്ണം ആയാലും വലിയ കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് ചിക്കി എടുത്താൽ മതി. ഞാനൊരു തീരെ അങ്ങ് ചെറുതും അല്ല, എന്നാൽ ഒരുപാട് അങ്ങ് വലിയ കഷ്ണങ്ങളും ആക്കുന്നില്ല. ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ ഇതൊന്ന്, ഈ മുട്ടയൊന്ന് വേവിച്ചെടുക്കാൻ. ഒരുപാട് അങ്ങ് നേരം ഇട്ട് ചിക്കി എടുക്കുകയൊന്നും വേണ്ട. ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി കേട്ടോ. ഈ സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പൊ തന്നെ മുട്ട ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമായിട്ട് ചിക്കൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ ദാണ്ടെ ഞാനൊന്ന് എല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കാം. ഞാൻ വേറൊരു ബൗളിലോട്ട് ഇതൊന്ന് മാറ്റുന്നുണ്ട്. വീണ്ടും അതേ പാൻ തന്നെ അങ്ങനെ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. തക്കാളിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിലും അടപ്പിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം നല്ലതുപോലെ വടിച്ചങ്ങോട്ട് ഇട്ടോളൂ കേട്ടോ. അപ്പൊ എല്ലാം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അതും ആവശ്യത്തിന് മാത്രം ഉപ്പ്, അതായത് ഈ ഒരു ഗ്രേവിക്ക് വേണ്ടി മാത്രം ഉപ്പ് ചേർത്താൽ മതി, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി ആ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റണം കേട്ടോ. ഈ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിയിരിക്കണം. തക്കാളിയിലുള്ള ആ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരണതാണ് ഇതുപോലെ. ഇപ്പൊ ആ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലോ, അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ആ മസാല പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. മല്ലിയിലയോ കറിവേപ്പിലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒന്നും കൂടെ മിക്സ് ആക്കുന്നുണ്ട്. അപ്പം ഞാനിതിലേക്ക് സവാളയൊന്നും ചേർത്തിട്ടില്ല. വളരെ എളുപ്പ പണിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, പക്ഷേങ്കിൽ അടാറ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പം ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതവിടെ ഇരിക്കട്ടെ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ഫ്രൈ ആണ് കേട്ടോ.
നമുക്ക് ചോറൊക്കെ കഴിക്കണമെങ്കിൽ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യെങ്കിൽ ഈ മുട്ട വെച്ചിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ കേട്ടോ. ആ ഒരു ഗ്രേവി മുട്ടയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ, അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുട്ട വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ ചോറ് കഴിക്കുന്നത് ഇന്ന്. മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ചോറിൻ്റെ കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.